എൻ്റെ അപ്പുക്കുലിസുവിൻ്റെ ബർത്ത്ഡേ ആണ് ഈ December 19th. അപ്പോൾ അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് ആദ്യമേ പോണത്. താങ്ക് യു. കുട്ടിക്കളി മാറിയില്ലേ നിതീഷ്? താങ്ക് യു സോ മച്ച്. നല്ല ചൂട്. ലാബ് ഇങ്ങനെ അലിഞ്ഞു പോണു. കാടിപ്പില വിന്റർ വണ്ടർലാൻഡിലാണ്. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോണേണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ ഫാമിലി. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഷോപ്പിംഗ് വ്ലോഗൊക്കെയാണ്. ഷോപ്പിംഗ് മാത്രമല്ല, വേറെ കുറേ പരിപാടികളുണ്ട്. അത് വഴിയെ കാണിക്കാം. പിന്നെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കാർഡിഫിലാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പം നേരെ പോകാൻ വേണ്ടി പോണത് ടൗൺ സെന്ററിലേക്കാണ്. അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് തന്നെ പോണത് ഒരു ടോയ് വാങ്ങിക്കാൻ വേണ്ടിയാണ്. നിധിയുടെ ചേട്ടൻ്റെ ഞങ്ങളുടെ അതിൻ്റെ അപ്പുക്കുലിസുവിൻ്റെ ബർത്ത്ഡേ ആണ് ഈ December 19th. അപ്പോൾ അവനൊരു ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് ആദ്യമേ പോണത്. എത്ര മിനിറ്റ് ഉണ്ട് ഇനി? 10 മിനിറ്റും കൂടി ഉണ്ട്. ഇത് രസമാണ്. ഞാൻ അതെല്ലാം നടക്കൂടി നടന്നു പോട്ടെ. അപ്പോൾ നീ വീഡിയോ എടുത്തു ഓടിട്ടെ. ഞാൻ അവിടെ പോയിട്ട് നടന്നു പോകുന്ന സമയത്ത് ഒരു ഫ്രൂട്ട്സ് ഒക്കെ കണ്ടുപിടിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് വെക്കണ മാതിരി ഉണ്ടല്ലേ. ഡെറിക്കിൻ്റെ അടുത്ത് പറയാം നാട്ടിലത്തെ ഫ്രൂട്ട്സ് കടയായിരുന്നു. ഡെറിക് നൈസ് അല്ലേ? നല്ല അടിപൊളി ബിൽഡിംഗ് അല്ലേ? ഹേഗിന് വെക്കുന്നതിൽ അറിയണോ? സുഖനിദ്ര. പാർക്കിങ്ങിന് പൈസ കൊടുക്കണ്ട. അതന്നെ, പാർക്കിംഗ് ഇല്ല, ഒന്നും ഇല്ല. ബിൽഡിംഗ് ഒക്കെ ഒരു രക്ഷയില്ലല്ലേ? എന്താ അടിപൊളിയാണല്ലേ? ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ. Thank you so much. Thank you. അപ്പം അങ്ങനെ ഞങ്ങൾ ഷോപ്പിലെത്തി. മെൻകൈൻഡ് എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇങ്ങോട്ട് ഉള്ളല്ലേ? വേറെ ഐറ്റംസ് നോക്കാം. ഇതും കൊള്ളാല്ലേ? അപ്പൂന് സന്തോഷവും. കുട്ടിക്കളി മാറിയില്ലേ നിതീഷ്? എത്ര അതിന്? ഒരു അപ്പൊ ഇതെന്താണ്? മിനി ഡ്രോൺ ആണിത്. കൊള്ളാല്ലേ? സ്പൈഡർമാനൊക്കെ ഉണ്ടോ? നോക്കി.
അങ്ങനെ അപ്പം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് നിധിയുടെ ഇറക്കും കൂടി അത് കാറിനകത്ത് വെക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഹേഗുവിൻ്റെ ഡയപ്പർ മാറ്റാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്ന ഡയപ്പർ ചേഞ്ചിങ് റൂം. ഞങ്ങൾപ്പം അങ്ങനെ ഹേഗുവിൻ്റെ ഡയപ്പർ ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരിതുവരെ എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും നിധി വിളിച്ചിട്ട് പറഞ്ഞ് ക്യൂസിന് അങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞ് ഞാൻ ക്യൂസിലൊന്ന് കയറിയായിരുന്നു ഡ്രസ്സ് എന്തെങ്കിലും നോക്കാൻ വേണ്ടി. ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ റിവർ ഐലൻഡിലേക്ക് പോകണേണ്. നല്ല അടിപൊളി അല്ലേ? കൂടെ നോക്കേ ലിൻഡുണ്ട് ഇത്തിരി. എന്നിട്ട് നോക്കാം. അതിലേതൊക്കെ വേണമെങ്കിൽ കൊള്ളാല്ലേ? പൊളി. മതി പോസ് ചെയ്തത് വായിരുന്നേക്ക്. അപ്പൊ അങ്ങനെ ഞങ്ങൾ റിവർ ഐലൻഡിൽ നിന്ന് ഇറങ്ങി നിധിക്ക് 2-3 ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. ഇപ്പൊ ഞങ്ങൾ നേരെ വിശപ്പിന്റെ വെളി വന്ന കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി പോണേണ്. എങ്ങോട്ടാണ് പോണേന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. എന്റെ ഫാൻസ് ഗൈസ്, താങ്ക് യു സോ മച്ച്. സ്റ്റോളുള്ള കാരണം ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. നല്ല ക്യൂ ആണ് ഇവിടെ. അങ്ങനെ ഗൈസ് ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്തു മന്തി കഴിക്കാമെന്ന്. ഞങ്ങൾ നേരെ മന്തി കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടി പോണേണ്. നടന്നാണ് റെസ്റ്റോറൻറ്റിലേക്ക് പോണത്. എത്ര മിനിറ്റ് ആണ് ഇത് നടന്നു പോകാൻ? 10 മിനിറ്റ് ഉണ്ട് ഇവിടെ നിന്ന് റെസ്റ്റോറൻറ്റിലേക്ക്. കാർ എടുത്തില്ല, കാരണം കാർ എടുക്കാൻ പോകാൻ തന്നെ 10 മിനിറ്റ് നടപ്പുണ്ട്. അപ്പം നേരെ ഡയറക്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ എത്തിക്കുകയാണ്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഫൈനലി റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് 3 സൂപ്പ് വന്നായിരുന്നു. കൊള്ളാം. ഇതെന്താ ശരിക്കും സൂപ്പ്? മട്ടൻ സൂപ്പാണിത്. ഞങ്ങളിപ്പോൾ മട്ടൻ മന്തിയാണ് ഓർഡർ കൊടുത്തേക്കണത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണേണ്. അതിൽ നമ്മുടെ ലാമ്പ് മന്തി വന്ന് ഇനി കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം.
നല്ല ചൂട്. ലാമിങ്ങനെ അലിഞ്ഞു പോണു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഗൈസ് പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ വന്ന് നിക്കണത് താടിപ്പില വിന്റർ വണ്ടർലാൻഡിലാണ്. അകത്ത് പോയിട്ട് ഉള്ളിലെ വിശേഷങ്ങളൊക്കെ കാണാം. Here it is, we got another lucky winner. Young man, well done, my guy. Cheers, thank you. Take it up. Right, so John up to this. There it is, take that. Yeah, John up to this. Congratulations, there's another lucky winners. Go on out again, mate. You're okay. Well done. Right, the chart goes to this. We got another lucky winner. Big one.
സേഫാ. പൊട്ടറ്റോ ഡ്രൈ സ്റ്റിക്ക് വാങ്ങിച്ചായിരുന്നു. എങ്ങനെയുണ്ട്? പെരി പെരി ഫ്ലേവർ അല്ലേ വാങ്ങിച്ചത്? പെരി പെരി ഫ്ലേവർ ആയിരുന്നില്ലേ? പെരി പെരി ഫ്ലേവർ അല്ലേ? ആവറേജ്.
വിന്റർ വണ്ടർലാൻഡിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ നേരെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോണേണ്. ഒരു കുഞ്ഞ് വിന്റർ വണ്ടർലാൻഡ് ആയിരുന്നു. എന്നാലും ഞങ്ങൾ എൻജോയ് ചെയ്ത് പിന്നെ കുറെ ഐറ്റംസ് ഒക്കെ കഴിക്കുകയും ചെയ്ത് ഒരു ഡ്രൈഡ് പൊട്ടറ്റോ സ്റ്റിക്ക് കഴിച്ചായിരുന്നു. അത് അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു. പെപ്സ് കഴിച്ചായിരുന്നു ന്യൂട്രൽ വിത്ത് സ്ട്രോബെറി, അത് അടിപൊളിയായിരുന്നു. പിന്നെന്താണ് പറയാൻ വിട്ടുപോയി, മന്തി അടിപൊളിയായിരുന്നു. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു പ്ലേറ്റിന് 13 പൗണ്ടായിരുന്നു വന്നേച്ചത്. പിന്നെ റൈസ് അൺലിമിറ്റഡ് അല്ല, റൈസ് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 പൗണ്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ അടിപൊളി മന്തിയായിരുന്നു, ലാംബ് മന്തിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ. ഇനി വേറെ ഒന്നുമില്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോകണേണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.